ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേരളത്തിലെ വളരെ സെൻസിറ്റീവായ ഒരു വിഷയം, അതായത് അതിജീവിത ദിലീപ് പ്രതിയായിരുന്ന അതിജീവിതയുടെ കേസിൻ്റെ വിധി അറിഞ്ഞതിന് ശേഷം കേരളം മുഴുവൻ സംസാര വിഷയമായിട്ട് ഇരിക്കുകയാണ്. അതായത് ദിലീപിന് തക്കതായ ശിക്ഷ കൊടുത്തില്ല, ദിലീപിനെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയം അറിഞ്ഞ് കേരളത്തിലെ ഏറെക്കുറെ 90% എന്ന് തന്നെ പറയാം, അത്രയും ജനങ്ങൾ അതിജീവിതയ്ക്ക് സപ്പോർട്ടായിരുന്നു. അതാരും സപ്പോർട്ട് ചെയ്തു പോവും, ഈ പറയുന്ന ഞാനും സപ്പോർട്ട് ചെയ്തു പോവും. അങ്ങനെയൊന്നും ഒരു പെൺകുട്ടിക്കും സംഭവിക്കാൻ പാടില്ലാത്തത് തന്നെയാണ്. വളരെ അത് കേട്ടിട്ട് ദിലീപിനോടുള്ള നല്ലൊരു നടൻ എന്നുള്ള രീതിയിൽ നമുക്കും നല്ല താല്പര്യമുള്ളൊരു നടനായിരുന്നു, വെറുത്തുപോയിരുന്നു. അപ്പോൾ അതിങ്ങനെ ഈ 5-8 കൊല്ലമായിട്ട് ഈ കേസ് ഇങ്ങനെ നടന്നുകൊണ്ട് വന്നു. അപ്പോൾ ഈ ഒരു വിഷയം നടന്നത് മുതൽ സർവ്വ ചാനലുകളും വാർത്താ മാധ്യമങ്ങൾ, പത്രമാധ്യമങ്ങൾ എല്ലാവരും, അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇൻ്റർവ്യൂകൾ, പോസ്റ്റുകൾ, ഇതൊക്കെ ഇത് തന്നെയായിരുന്നു ഈ 5-8 കൊല്ലമായിട്ട്. ഇപ്പോൾ അതിന് ഒരു വിധി വന്നു. അപ്പോൾ വിധിയിൽ പറയുന്നത് ഇതിൽ ദിലീപിന് ഗൂഢാലോചനയിൽ പങ്കില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ജനങ്ങൾക്ക് അത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. കാരണം അത്ര ദിലീപ് മാത്രമാണ് ഇതിൻ്റെ ഉത്തരവാദി എന്നാണ് അവർക്കത്ര ഉറപ്പായിരുന്നു. പക്ഷെ അവർക്ക് ഈ ഉറപ്പ് എങ്ങനെയുണ്ടായി? ഈ ഒരു വിഷയത്തെ പത്രമാധ്യമങ്ങൾ ചർച്ച ചെയ്ത് എല്ലാവരെയും ദിലീപിനെ എതിരെ കൈ ചൂണ്ടി നമ്മൾക്കൊരാളെ കൈ ചൂണ്ടി ഒരു കൂട്ടർ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് അത് വിശ്വസിക്കുക. അതേ ആ ചാനലുകാരും ഇത് തന്നെ പറയുന്നു, അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, അങ്ങനെ കേട്ടുകേൾവി വെച്ചിട്ടാണ് നമ്മളെല്ലാം ഇതിനൊക്കെ ഓരോ തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ പക്ഷെ കോടതിക്ക് കേട്ടുകേൾവി അത് കോടതിയെ ബാധിക്കുന്ന കാര്യമല്ല. കോടതിയുടെ മുമ്പിൽ എന്താ? തെളിവ് വേണം. തെളിവുകളിൽ നിന്നും ദിലീപിന് ഇതിൽ ഗൂഢാലോചനയിൽ പങ്കില്ല. അപ്പോൾ പറഞ്ഞു കേട്ടത് ഇതിൽ പിടിക്കപ്പെട്ട പൾസർ സുനി, അയാൾ അങ്ങനെ പറഞ്ഞു, അയാളാണ് അയാളെ കുറ്റമേറ്റു പറഞ്ഞു. പിന്നെ അയാൾ കത്തെഴുതി, ജയിലിൽ നിന്ന് കത്തെഴുതി, എൻ്റെ തരാനുള്ള പൈസ തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പേര് പറയും എന്ന്. അതെന്തൊരു തമാശയാണ് സത്യം പറഞ്ഞാൽ. ജയിലിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കടലാസും പേനയുണ്ടെങ്കിൽ രക്ഷപ്പെടാനായിട്ട് എന്ത് തന്ത്രവും പ്രയോഗിക്കാം ആൾക്കാർക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു എഴുത്തെഴുതി അത് ദിലീപിനെ അയക്കാൻ വേണ്ടി അവിടുത്തെ ഒരു പോലീസുകാരനെയോ അതിന് ബന്ധപ്പെട്ട ആരെയോ ഏൽപ്പിക്കുക. അതിപ്പോൾ ആർക്കും എന്തെങ്കിലും രക്ഷപ്പെടണം, വേറൊരാളുടെ തലയിൽ വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു കടലാസിൽ എന്തെങ്കിലുമൊക്കെ എഴുതി, നിങ്ങളല്ലേ എന്നെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിച്ചത്, നിങ്ങൾ പറഞ്ഞ കാരണമാണ് ഞാൻ ചെയ്തത് എന്നൊക്കെ ആ ക്രിമിനൽ തന്നെയാണ് പറയുന്നത്. അതിനെ ഇങ്ങനെ ഒരു തെളിവാക്കാൻ പറ്റും? ആർക്കും വേണമെങ്കിൽ മറ്റൊരാളെ ഇതിലേക്ക് വലിച്ചഴയ്ക്കാൻ വേണ്ടി ഇതുപോലെ എഴുതാം. ഇപ്പോൾ ഇവരൊന്നായിട്ട് ബന്ധമില്ലാത്ത ഏതെങ്കിലും കത്തുകൾ പോലീസ് തേടി പിടിച്ച്, അപ്പോൾ പൾസർ സുനിയുടെ വീട്ടിൽ നിന്നോ അല്ല അയാൾ എഴുതിയ ആ ഡേറ്റ് വെച്ചിട്ടുള്ള ഒരു കത്തൊക്കെ ആണെങ്കിൽ പിന്നെയും വിശ്വസിക്കും. അത് ജയിലിൽ ഇരുന്ന് തന്നെ എഴുതി പോസ്റ്റ് ചെയ്യാൻ ജയിലുകാരുടെ അടുത്ത് തന്നെ കൊടുത്തു. ഇത്തിരി ബുദ്ധിയുള്ളവർക്ക് അതിനെപ്പറ്റി ആലോചിച്ചാൽ അറിയാം. പിന്നെ ഇത് എന്തൊക്കെയോ ഈ വീഡിയോയിൽ സീനുകൾ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലൊക്കെ പിടിക്കപ്പെട്ടവർ തന്നെയാണ് ഇതെല്ലാം പറയുന്നത്. അവർക്ക് ദിലീപിനെ പോലെ ഒരു വൻസ്രാവിനെ ഇതിലേക്ക് വലിച്ചഴച്ചാൽ അവർക്ക് രക്ഷപ്പെടാം എന്നുള്ള വ്യാമോഹം അവർക്കുണ്ട്. അപ്പം അതുകൊണ്ട് അവർ പലതും ചെയ്യും. ഇതൊക്കെ നമ്മൾക്ക് ഇത്തിരി ബുദ്ധി ഉപയോഗിച്ച് ചെയ്യാം. ഇതിപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെല്ലാവരും അങ്ങനെ ഇവിടെ മുദ്ര ചാർത്തിയിരിക്കുകയാണ്. ഒരാൾ പറഞ്ഞു, 2 ആൾ പറഞ്ഞു, 4 ആൾ പറഞ്ഞു. അങ്ങനെ കേരളത്തിലെ ഈ 4 കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിൽ 3 കോടി ജനങ്ങളും കേട്ടുകേൾവി വെച്ചിട്ടാണ് അതും ഈ വാർത്താമാധ്യമങ്ങൾ അവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി
എന്താ പറയുക, അതിന് ചർച്ചയ്ക്ക് വരുന്നവരെ ഇരുന്ന് പുകയ്ക്കുന്ന രീതിയിലുള്ള ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇതിലെല്ലാം കേട്ട ആളുകൾ വിശ്വസിക്കുകയാണ്. ഈ സംഭവം നടന്നിട്ടില്ല എന്നുള്ളതല്ല, പക്ഷെ ചെയ്തത് ഇപ്പോൾ കോടതി കണ്ടെത്തിയ കുറ്റക്കാർ തന്നെയാണ്. ദിലീപിന് ഇതിൽ പങ്കുണ്ടാവും എന്ന് എല്ലാവരും വിശ്വസിക്കുകയാണ്. ആളുകൾ വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ എന്തിനാണ് കോടതി ദിലീപിനെ ശിക്ഷിക്കുന്നത്? ദിലീപ് അതുപോലെ എന്താ വേറെ കേട്ടു, എന്താണ് കാരവൻ്റെ അടുത്ത് നിന്നിട്ടുള്ള ഫോട്ടോ, അതുപോലെ ഇയാൾ ആരുടെയൊക്കെയോ ഫിലിം സ്റ്റാർസിൻ്റെ വണ്ടിയൊക്കെ ഓടിച്ച് നടന്നിരുന്ന ആളാണ്. ദിലീപിൻ്റെ കാരവൻ്റെ അടുത്ത് ചാരി നിൽക്കണ ഫോട്ടോ, അതൊക്കെയാണോ തെളിവുകൾ വേണ്ടത്? അപ്പോൾ എനിക്കറിഞ്ഞൂടാ, ഞാനിപ്പോൾ ഈ പറയുന്നത് ഒരുമാതിരിപ്പെട്ട ആൾ ആർക്കും തീരെ രസിക്കില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇപ്പോൾ ദിലീപിന് വെറുപ്പുണ്ടാവാം ഭാവനയോട്, പക്ഷേ ആ വെറുപ്പിനെ മുതലെടുത്ത് ഈ പൾസർ എന്ന് പറയുന്നവൻ ദിലീപിനെ തന്നെ കുറ്റക്കാരനായി ദിലീപിനെ പിടിച്ചോളും എന്നുള്ള ആ ഒരു അമിത ആവേശത്താൽ ഈ പറഞ്ഞ പ്രതികൾ ഇത് ചെയ്തതാണെങ്കിലോ, മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടല്ല നമ്മൾ ഒരാളെ കുറ്റക്കാരനെന്ന് വിളിക്കേണ്ടത്. അതിനാണ് കോടതിയുള്ളത്. കോടതിക്ക് വ്യക്തമായ തെളിവുകൾ ഇല്ല. എന്നിട്ടും പിന്നെ ആളുകൾ എന്തിനാണ് കോടതിയെ കുറ്റം പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എനിക്കറിയാം മറ്റുള്ളവരുടെ എൻ്റെ അഭിപ്രായം ആയിരിക്കില്ല 90%, പക്ഷെ ഞാനിങ്ങനെ ചിന്തിച്ചു പോകുന്നു.